സേഫ്റ്റി ഇൻ ട്യൂണിങ്. നമുക്കറിയാം മെറ്റൽ ട്യൂണിങ് മെയിനായിട്ട് ലെയ്ത്തിലാണ് നടക്കുക. സോ particularly center or engine of lathe are commonly used for the machine of metal parts. A workpiece secures in a chunk is turned against a tool which cut a metal from the workpiece. Parts are created by tuning the workpiece one or both ends of the lathe and changing its shape using tool with a specific cutting edge. സോ നമ്മൾ ലെയ്ത്തിലാണ് കൂടുതലായിട്ടും ഈ ഒരു ട്യൂണിങ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു പോർഷൻസ് കട്ട് ചെയ്ത് അതിൻ്റെ ട്യൂണിങ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻസ് ക്ലീൻ ആക്കിയിട്ട് നമ്മളത് എന്താ പറയുക വർക്ക് പീസ് എടുത്തിട്ട് അത് ട്യൂണിങ് ടേൺ ചെയ്തിട്ട് ടൂള് യൂസ് ചെയ്ത് അതായത് മെറ്റൽ പീസൊക്കെ കട്ട് ചെയ്ത് ട്യൂൺ ചെയ്യാന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്യൂണിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിൻ പ്രിക്വേഷൻ എന്ന് പറയുന്നത് lathe hazard if not operated properly. Important to keep machine and surrounding are clean and tidy. Accident usually caused by carelessness. So ഒരു ലെയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാവുന്ന മെയിൻലി നമ്മൾ എടുക്കുന്ന പ്രിക്വേഷൻ എന്ന് പറയുന്നത് ആ ലെയ്ത്ത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, അതേപോലെ ആ മെഷീൻ എപ്പോഴും ക്ലീൻ ആയിട്ടും ടൈഡി ആയിട്ടും സൂക്ഷിക്കുക, അതേപോലെ കെയർലെസ്നെസ് കൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഒഴിവാക്കുക, അതേപോലെ ഓൾവേസ് വെയർ അപ്രൂവ്ഡ് സേഫ്റ്റി ഗ്ലാസ്സസ്, ഓൾസോ റോൾ അപ്പ് സ്ലീവ്സ്, റിമൂവ് ടൈ ആൻഡ് ടക്ക് ഇൻ ലൂസ് ക്ലോത്ത്സ്, നെവർ വിയർ റിംഗ് ഓർ വാച്ച്, and do not operate lathe until understand control. Never operate machine if safety codes removed. Stop lathe before measure work or clean oil or not adjusted machine. Do not use rag to clean work or machine when in operation. അതായത് ആ പ്രോസസ്സ് നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് റാഗ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ നോക്കരുത് നമ്മുടെ വർക്ക് പ്ലേസ്. Never attempt to stop lathe chunk or drive plate by hand. Also, be sure chunk or faceplate mounted securely before starting. Always remove the chunk wrench after use. Also, move the carriage of farthest position of cut and revolve lathe spindle one turn by hand. Also, keep the floor around the machine free from grease, oil, metal cutting tools and workpieces. Avoid horseplay all time. Always remove the chips with brush. Always remove the sharp tool pit from the tool holder. And these are the mainly we want to get precautions. So ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് ജനറലി നമ്മൾ പ്രിക്വേഷൻ ചെയ്യും. അതേപോലെ ലെയ്ത്ത് തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം. അതേപോലെ ലെയ്ത്ത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും നമ്മൾ സൂക്ഷിക്കണം. അതായത് മെഷീൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നതിനോട് സമയത്ത് നമ്മൾ പീസ് എടുത്ത് കട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ ഓട്ടോമാറ്റിക് ഫീഡിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വേണം നമ്മൾ ഒരു ലെയ്ത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ട്യൂണിങ് സ്പീഡ് ഉണ്ടാവും, ഈ ഒരു ലെയ്ത്തിന് ട്യൂണിങ് സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അത് മെയിൻലി ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയുമാണ് ഒരു പ്രിക്വേഷൻ ഡ്യൂറിങ് സേഫ്റ്റി ഇൻ ട്യൂണിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സേഫ്റ്റി പ്രിക്വേഷൻ വെൻ ഡീലിംഗ് വിത്ത് ബോറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രിക്വേഷൻസ് എടുക്കേണ്ടത് എന്നാണ്. സോ handling boring mills is a complex job that requires specialist precaution aimed at protecting yourself, your colleagues and your staff from the body injuries. So that time use the right tool for the right job. One of the primary causes of industrial injury is broken drilling heads. By having the right tool edge matched with the right operational spindle speed for the right work pieces, the chance of industrial accidents are greatly reduced. So boring ചെയ്യുന്ന സമയത്ത് ബ്രോക്കൺ ഡ്രില്ലിംഗ് ഏരിയ ഹെഡ്സ് ബോറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ടൂൾസ് റൈറ്റ് ടൈമിൽ, അതായത് റൈറ്റ് ടൈം ടൂൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ പ്രിക്വേഷൻസ് എടുക്കാനാണ് അതിന് പറ്റുള്ളൂ.
അതേപോലെ ഓൾവേസ് ഹാവ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. PPE കിറ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നമ്മൾ യൂസ് ചെയ്യണം. There is a need to have the right protective gear on. That minimizes the chances of industrial accidents since your body is always covered in a right clothing. For a safer operational environment, the clothing used should be tight enough to protect you from the loose hangings that can be easily trapped in revolving mill parts. So പ്രൊട്ടക്റ്റീവ് മെഷർമെൻ്റ് ആയിട്ടുള്ള ക്ലോത്തിങ്സ് നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക. എന്തെങ്കിലും അല്ലെങ്കിൽ ഹാങ്ങിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മെഷീൻസിലേക്ക് വരും, അത് ട്രാപ്പ് ആവും, പിന്നെ അത് ബുദ്ധിമുട്ടാണ്, മീൻസ് അത് അൺസെക്യൂർ ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് ഫോം ചെയ്യും. ദെൻ നോ യുവർ മെഷീൻ. നമ്മൾ ബ്രോറിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണോ അതിൻ്റെ ടെക്നിക്കൽ നോളേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ ആ മെഷീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്താൽ ഓക്കെ ആണെന്നുള്ള മെയിൻ നോളേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. And the personnel with the right skill should be granted to green light to work with the boring mills. So അറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ബോറിംഗ് മിൽസിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് സർവീസ് യുവർ മെഷീൻ റെഗുലർലി. Regularly repairing and servicing of your boring tools give them the precise way of delivering your expectation. So these are the safety precautions regarding boring. Next we want to study about the safety in milling. So മില്ലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഡു നോട്ട്സ് ഉണ്ട്. അതായത് നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഗ്ലാസ് യൂസ് ചെയ്യുക, അതേപോലെ ബേൺ ഓൾ ടൈംസ് ഫുട്വെയർ യൂസ് ചെയ്യുക, ലോങ് ആൻഡ് ലൂസ് ഹെയർ മസ്റ്റ് ബി കണ്ടെയ്ൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഹെയർ ക്യാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യുക. Close the fitting protective clothes must be worn. Also, gloves must be worn when using the machine. Rings and jewelry must not be worn. So these are the main instructions about milling. And pre-operational safety checks എന്ന് പറയുന്ന കുറച്ച് കണ്ടീഷൻസ് പറയാനുണ്ട്. First one, locate and ensure you are familiar all machine operation and controls. Ensure all guards are fitted, secure and functional. Do not operate it if guards are missing or faulty. Check workspace and walkways to ensure no slip trip hazard are present. Ensure cutter is good condition and securely mounted. Check coolant delivering system to allow for sufficient flow of coolant. And operational safety checks. Keeps clear of moving parts. Follow correct clamping procedure. Keep overhang small and possible. Check of aqueous secure. Set the correct speed of suit the cutter diameter, depth of cutter material. So നമ്മൾ ഓപ്പറേഷൻ തുടങ്ങുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു എൻജിൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അതൊക്കെ ആണെങ്കിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മെഷീൻ മൂവ് ചെയ്യുന്നത് ക്ലിയർ ആയിട്ടാണോ, അല്ലെങ്കിൽ അത് ക്ലാമ്പിങ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടാണോ, അതിൻ്റെ സ്പീഡ് കൃത്യമായിട്ടാണോ എന്ന് ചെക്ക് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് എൻഡിങ് ഓപ്പറേഷൻ ആൻഡ് ക്ലിയറിംഗ് അപ്പ് ടൈമിൽ switch off the machine when work is completed, removing mill, cutter and store them safely before making adjustment and measure or cleaning scuff accumulation. Switch off the bring of machine to complete sand will. Leave the machine and work area in safe, clean and tidy state. So ഓരോ പ്രൊസീജിയറിലും ഓപ്പൺ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന വരെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഈ ഒരു രീതിയിലുള്ള പ്രിക്കോഷൻസ് നോട്ട് ചെയ്യണം. സോ മെയിൻ ആയിട്ട് വരുന്ന ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഷാർപ്പ് കട്ടേഴ്സ് കൊണ്ടോ ഹെയർ ഓർ ക്ലോത്തിങ് ഗെറ്റിംഗ് കോട്ട്, ആ ഒരു സമയം ഹെയറോ ക്ലോത്തിങ്ങോ മെഷീൻ്റെ മൂവിങ് പാർട്ടിൽ തട്ടുമ്പം ഹൈ ഇഞ്ചുറീസ്, സ്കിൻ ഇറിറ്റേഷൻ, മെറ്റൽ സ്പ്ലിൻറ്റർ ഓർ ബ്ലസ്റ്റ്, ഫ്ലൈയിങ് ഡെബ്രിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് മെയിനായിട്ടും ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. The main don'ts: do not use faulty equipment, immediate report suspect machinery, never leave the machine running unattended, and do not leave equipment on top of the machine. So these are the milling procedures. And the next one is safety in grinding machine. So grinding machines ഉണ്ട് അല്ലേ? ആ ഗ്രൈൻഡിങ് മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഏതൊക്കെ ടൈപ്പ് ആണെന്നാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഓൾ ദ ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ, വെദർ
pedestal, bench-mounted, freestanding, or portable can be potentially hazardous if they are not well maintained and used correctly. എല്ലാത്തിലും ഗ്രൈൻഡിങ് മെഷീനിലും അപകടങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഗ്രൈൻഡിങ് ഈസ് എ മെറ്റീരിയൽ റിമൂവൽ ഓഫ് സർഫസ് generating process used to shape and finish component made of metals. The main precautions are grinding machine are used daily in machine shop. To avoid injuries, follow the safety precaution listed below. Wear goggles for all grinding machine operation. Check grinding wheels for cracks before mounting. Never operate grinding wheels at speeds in excess of the recommended speed. Never adjust the workpiece or work devices when the machine is operating. Do not exceed the recommended depth of cut for the grinding wheel or machine. Remove workpiece from grinding wheel before tuning machine off. This and you can see here for figure. It's a grinding machine. Is some parts is there. ഇതിലെ operating part അല്ലെങ്കിൽ use proper wheel guards on grinding machines. So ഇതിലെ ഓരോ പാർട്ടിലും can see here make sure manufacturer recommendation speed posted in the wheel. ഇവിടെ ഒരു വീല് വരുന്നുണ്ട്, അത് കൃത്യമായിട്ടുള്ള സ്പീഡിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ടൂൾ റെസ്റ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്, ഇത് ഗ്രൈൻഡിങ് ചെയ്യുന്നത് കൃത്യമായിട്ടാണോ. അതേപോലെ മൗണ്ടഡ് ദ ഗ്രൈൻഡ് സെക്യൂർലി. ഇങ്ങനെ ഓരോ പാർട്സിലും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ പ്രൊട്ടക്ഷൻ പറയാൻ പറ്റും. സോ these about the grinding material. And next one is gas welding അഥവാ cutting. Safety in gas welding or cutting. So most farms and small shops have some types of equipment for welding and cutting metals. Acetylene is the most commonly used fuel gas, and it is very flammable and hazardous and can ignite at a wide range of concentrations. Oxygen won't burn or explode, but it helps to other objects burn to greater rates. Also, the gases are stored in a cylinder which can capture a cylinder containing main components. So, നമുക്കറിയാം gas welding is the process of uses gases like acetylene and oxygen to produce flames. So the acetylene is a inflammable and hazardous. Acetylene is a flammable and hazardous. Also, it has an ability to ignite a condensate. While the oxygen helps the other substance to burn faster, it does not catch fire but can expose it to fire. So, personal protective equipment use ചെയ്തിട്ട് വേണം നമ്മളിത് കൂടുതലും കൈകാര്യം ചെയ്യാൻ. ഐ ഗൂഗിൾസ് ഓർ സേഫ്റ്റി ഗ്ലാസ്സസ് ഷുഡ് യൂസ് ദ പ്രൊട്ടക്ട് ഫ്രം ഐസ് infrared conditions. Protecting clothes such as flame-proof apron, gloves, cap, or helmet. Both should be wear before welding. Should be well fitted to avoid fraying. The shirt should be long sleeves and trousers should be long enough to cover the top of the both. Protective clothing should be free from oil or grease. All these clothing should be good condition before the operator or student use them. So ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്കത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നെക്സ്റ്റ് നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് സേഫ്റ്റി. സ്റ്റോറേജ് ഹാൻഡ്ലിംഗ് സേഫ്റ്റിയിൽ the cylinders away from the physical damage, heat and tempering. And securely chain equipment to prevent falling. Store away from flammable and combustible materials. Also store extra gas and oxygen cylinders separately. Store in upright positions. Close cylinder before moving. And എൻവയോൺമെൻറ്റൽ സേഫ്റ്റി ചെക്ക് ചെയ്യണം. അതേപോലെ ഓപ്പറേഷൻ ആൻഡ് എക്യുപ്മെൻറ്റ് സേഫ്റ്റി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അല്ലെങ്കിൽ അത് പ്രോപ്പർ വെന്റിലേഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സംഭവമാണ് അല്ലെ, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനമാണ്. സോ ഓപ്പറേഷൻ ആൻഡ് എക്യുപ്മെൻറ്റ് സേഫ്റ്റി ഈസ് ദ മസ്റ്റ്
real one. So these about the safety of gas welding. So